ഇറാഖിലെ ഇറാൻ അനുകൂല ഭീകര കേന്ദ്രങ്ങളിലേക്ക് സംയുക്ത ആക്രമണം. യുഎസും സൗദിയും ചേർന്ന് ആക്രമിച്ചു. പശ്ചിമേഷ്യയിലെ പെട്രോളിയം കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ വർഷങ്ങൾക്ക് തിരിച്ചടി. IRGCയുടെ നിർദ്ദേശപ്രകാരമാണ് ഭീകര സംഘടനകൾ ആക്രമണങ്ങൾ നടത്തിയതെന്ന് US. വൈറ്റ് ഹൌസ് സന്ദർശനത്തിനിടയിലും നെതന്യാഹുവും ട്രംപും അസ്വാരസ്യത്തിൽ. ഇറാനെതിരെ ആക്രമണം തുടരാൻ നെതന്യാഹു തന്നെ സ്വാധീനിക്കാൻ നോക്കുകയാണെന്ന് ട്രംപ്. തുർക്കിക്ക് ആയുധ സഹായം നൽകുന്നതിലും പരസ്പര വിമർശനങ്ങൾ. ഒമാനും ഇറാനും ചേർന്ന് ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് സൗദി അറേബ്യ അടക്കം ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ. സംയുക്ത നടത്തിപ്പിനുള്ള ഒമാന്റെ പദ്ധതി ഇറാന് കൈമാറി. കടലിടുക്കിൽ സ്വമേധയാ ഫീസ് നൽകുന്ന സംവിധാനം ഒമാൻ മുന്നോട്ട് വെച്ചു. യൂറോപ്പിൽ രക്ഷാപ്രവർത്തകർക്കും ശാസ്ത്രലോകത്തിനും തീമേഘങ്ങൾ പരീക്ഷണമാകുന്നു. അതിശക്തമായ കാറ്റും മിന്നലും സൃഷ്ടിച്ച് പുതിയ ഇടങ്ങളിലേക്ക് തീ പടർത്തുന്നു. അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു. കാട്ടുതീയുടെ ദിശയും തീവ്രതയും നിമിഷ നേരം കൊണ്ട് മാറുന്നു. വ്യോമയാന മേഖലയിൽ ചൈനയുടെ പുതിയ വിപ്ലവം. 24 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ ശേഷിയുള്ള UAV വിജയകരമായി കന്നിപ്പറക്കൽ നടത്തി. 3000 കിലോമീറ്റർ ദൂരം വരെ കവർ ചെയ്യാം. ജപ്പാനിൽ ഭൂചലനത്തിൽ വ്യാപക നാശനഷ്ടം, 13 മരണം. മോളിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർ മരിച്ചു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തി. പാക് അധിനിവേശ കശ്മീർ കത്തുന്നു. പ്രക്ഷോഭകർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവെപ്പിൽ മരണം 20. തെരഞ്ഞെടുപ്പിൽ നവാസ് ഷെരീഫിന്റെ പാർട്ടി അധികാരത്തിലേക്ക്. ഫ്രാൻസ് പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഇതിഹാസ താരം സിനദിൻ സിദാനെത്തും. സ്ഥാനമൊഴിയുന്ന ദിദിയ ദഷാമിന് പകരക്കാരനായി ചുമതല. 2030 ഫിഫ ലോകകപ്പ് വരെ 4 വർഷത്തെ കരാർ. വയനാട്ടിൽ മേപ്പാടി ചൂരൽമല ഭാഗങ്ങളിൽ കനത്ത മഴ. മേപ്പാടി പഞ്ചായത്തിലെ വാർഡുകളിൽ സ്കൂളുകൾക്ക് അവധി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്കു സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച. രാഹുൽ ഗാന്ധി സംസാരിക്കും. സമരക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിലെ കുറ്റപത്രം കോടതി ഇന്ന് പരിഗണിക്കും. 13 പേരെ പ്രതികളാക്കി കുറ്റപത്രം. SHO പരിഷ്കാരം പുനഃപരിശോധിക്കാൻ സർക്കാർ. SHOമാരായ CAമാരുടെ എണ്ണം 64 നിന്ന് ഉയർത്തിയേക്കും. 110 സ്റ്റേഷനുകളിൽ CAമാർ SHOമാരെ തുടരും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വടകര MDMA കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ഒടുവിൽ അറസ്റ്റിലായത് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്. അറസ്റ്റിലായ അധ്യാപികമാരുമായി ഇയാൾ പണമിടപാട് നടത്തിയതായി കണ്ടെത്തൽ.